ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ഒരു വീഡിയോൻ്റെ ബാക്കിയാണിത്. അപ്പോൾ നമുക്ക് നല്ല അജ്മി ടേസ്റ്റിലുള്ള പുട്ട് വീട്ടിലെങ്ങനെ രുചിയിൽ തയ്യാറാക്കാൻ നോക്കാം. ഫ്രീസറിൽ വെച്ച കുറച്ച് ചോറ് നമുക്ക് എടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. ഫുള്ളായിട്ട് മെൽറ്റ് ആവരുത്, ചോറ് രൂപത്തിലേക്ക് തന്നെ ആയി കിട്ടരുത്. ജസ്റ്റ് ഒന്ന് ഒരു കനത്തിൽ നിൽക്കണം ചോറ്. നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്ത നമ്മുടെ ചോറിലേക്ക് നമുക്ക് കുറച്ച് പച്ചരിപ്പൊടി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചോറല്ലേ, അപ്പോൾ ഒന്ന് മെൽറ്റായി വരുമ്പോൾ വെറ്റായി പോകും. അപ്പോൾ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്താൽ അത് സെപ്പറേറ്റായിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം കുഴച്ചിട്ടെടുക്കാം. പുട്ട് രൂപത്തിൽ നല്ല കുഴച്ച് സെറ്റാക്കിയിട്ട് നമുക്ക് ചുട്ടെടുക്കാം. പുട്ടിൽ തേങ്ങ ഇടുന്നത് ഇഷ്ടമുള്ളവരുണ്ടാവും, ഇഷ്ടമില്ലാത്തവരുണ്ടാവും. ഞാൻ പുട്ടിൽ തേങ്ങ ഇടലുണ്ട്. അപ്പോൾ പുട്ടിൽ തേങ്ങ ഇടാത്ത ഇഷ്ടമുള്ള ഒരാളുണ്ട് എൻ്റെ വീട്ടിൽ. അപ്പോൾ നമുക്ക് നല്ല സ്വാദിഷ്ടമായ പുട്ട് വീട്ടിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മൾ പുട്ടിന് ഹാവി വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഹാവി വന്ന് അതിന് ശേഷം നമുക്ക് പുട്ട് കുത്തിയെടുക്കാം. ചോറ് ഓൾറെഡി കുക്കായ ചോറാണല്ലോ, അപ്പോൾ അധികം നമ്മൾ വേവേണ്ട ആവശ്യമില്ല. നമ്മൾ അടിപൊളി പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേരളക്കാരുടെ സ്വന്തം പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പുട്ടും കടല കോമ്പിനേഷൻ ഇഷ്ടമുള്ളവരൊന്ന് ലൈക്ക് ചെയ്യണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് പുട്ടും കടലയും. പ്രത്യേകിച്ച് ഈ ഇത്രയും സോഫ്റ്റായിട്ടുള്ള പുട്ട് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ വായിക്കൂടെ അലിഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിച്ച ഈ ഒരു പുട്ടിൻ്റെ ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് അയക്കണം, പിന്നെന്താ സപ്പോർട്ടാക്കണം. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.